ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം, അതിലെ ആദ്യത്തെ ദിനം വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വെസ്റ്റ് ഇൻഡീസിന് ഇന്ത്യയിൽ ടെസ്റ്റ് വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നിലവിലത്തെ വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസ്ഥ, ഇന്ത്യ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള നിൽക്കുന്നൊരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും റിസൾട്ടുകളും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് വളരെ പ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പം ആ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ആദ്യ ദിനമാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. അപ്പം വെസ്റ്റ് ഇൻഡീസ് 162 റൺസിന് ഓൾ ഔട്ടായി പോകുന്നൊരു സാഹചര്യമുണ്ടായി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ എത്തിയത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. വെസ്റ്റ് ഇൻഡീസ് 12 റൺസ് എത്തി നിൽക്കുമ്പോൾ തന്നെ അവരുടെ ആദ്യത്തെ വിക്കറ്റ്, ചന്ദ്രപോളിൻ്റെ വിക്കറ്റ് നഷ്ടമായി പോവുകയാണ്. ഒരു റൺസ് പോലും എടുക്കാതെയാണ് അദ്ദേഹം പുറത്തായത്. സിറാജിൻ്റെ ഒരു സ്പെല്ല്, ഒരു കീപ്പർ ക്യാച്ചാണ് ധ്രുവ് ജുറൽ എടുത്തത്. അതിനുശേഷം ക്യാമ്പലിൻ്റെ വിക്കറ്റ് കളയുന്നത് ബുംറയാണ്. അഗെയിൻ ധ്രുവ് ജുറലാണ് ആ ഒരു ക്യാച്ചിനും നേട്ടം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും സിറാജിന് വിക്കറ്റുകൾ ലഭിക്കുന്നു, 2 വിക്കറ്റുകൾ കൂടിയൊക്കെ ലഭിക്കുന്ന സാഹചര്യം വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് തകർന്ന് തരിപ്പണമാകും എന്ന് പറയുന്നത് തോന്നിച്ചൊരു സമയമുണ്ടായി. കാരണം 42-ന് 4 എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അവിടെ നിന്നാണ് പിന്നീട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ആശ്വാസകരമാകുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ചേസും ഹോപ്പും കൂടി ചേർന്ന് എടുത്ത് ഒരു ഹോപ്പ് കൊടുക്കുന്നൊരു തരത്തിലേക്ക് മത്സരം പോവുകയാണ്. ആ ഒരു മൊമെൻറ്റിലാണ് കുൽദീപ് യാദവിൻ്റെ വരവും കുൽദീപ് യാദവ് ആ ഒരു വിക്കറ്റ് നേടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹോപ്പിൻ്റെ കുറ്റി തെറിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്പെല്ലാണ് കുൽദീപ് യാദവ് എറിഞ്ഞത്. അങ്ങനെയാണ് വീണ്ടും ഇന്ത്യക്ക് ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചതും വെസ്റ്റ് ഇൻഡീസ് വീണ്ടും ഒരു തകർച്ചയുടെ നിലയിലേക്ക് പോവുകയും ചെയ്യുന്നു. മത്സരത്തിലെ ഏറ്റവും വലിയൊരു പാർട്ണർഷിപ്പ് അതായിരുന്നു. 70 ബോളിൽ 48 റൺസ് എന്ന് പറയുന്ന ഒരു നിലയിൽ ആ ഒരു അവസരത്തിൽ അത്യാവശ്യം നല്ലൊരു റൺ റേറ്റും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90-5 പോകുന്ന സമയത്ത് 23 ഓവറുകൾ മാത്രമേ പിന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം തീരെ കൊട്ടിയൊന്നും അല്ല വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ കളിച്ചിരുന്നത്. പിന്നീട് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നത് ജസ്റ്റിൻ ഗ്രീവ്സും ക്യാരി പേറും തമ്മിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള 66 ബോളിൽ 39 പിന്നെ ഒരു തകർച്ചയാണ്. സമ്പൂർണ്ണമായിട്ടും താരങ്ങൾ തകർന്ന് വീഴുന്ന, വിക്കറ്റുകൾ ഓരോന്നായിട്ട് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് കണ്ടത്. ഇതിൽ മികച്ച ഒരു ഇന്നിങ്സ് ഇപ്പം ജസ്റ്റിൻ ഗ്രീവ്സ് 32 റൺസ് 48 ബോളിൽ എടുത്തതാണ് ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ്. പിന്നീട് ജയ് ഹോപ്പും റോസ്റ്റൻ ചേസും മാത്രമാണ് 20 റൺസ് പിന്നിടുന്നൊരു സാഹചര്യത്തിലേക്ക് പോയത്. ബാക്കി ഒരു താരങ്ങളും 20 പിന്നിട്ടിട്ടില്ല. ആകെ 6 താരങ്ങളോ മറ്റോ 2 അക്കം പോലും കടക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വെസ്റ്റ് ഇൻഡീസ് വെറും 162 റൺസിന് ഓൾ ഔട്ടായി പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്. മികച്ച ബോളിംഗ് പെർഫോമൻസ് നടത്തിയത് മുഹമ്മദ് സിറാജിൻ്റെ 14 ഓവർ എറിഞ്ഞ് 40 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ. അദ്ദേഹത്തിന് 5ാമത്തെ വിക്കറ്റ് ലഭിച്ചതായിരുന്നു, പക്ഷേ അത് DRSലാണ് ഡിസലോയി ആയി പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പിന്നീട് ബുംറയുടെ പെർഫോമൻസ് ഇമ്പ്രസീവ് ആയിരുന്നു. 14 ഓവറുകൾ തന്നെ എറിഞ്ഞ് 42 റൺസ് വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റുകൾ നേടി. പിന്നെ കുൽദീപ് യാദവ് 2 വിക്കറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് നേടിയതിനെ പറ്റി നമ്മൾ പറഞ്ഞു. വാഷിംഗ്ടൺ സുന്ദറും ഈ ഒരു മത്സരത്തിൽ ഒരു വിക്കറ്റ് നേടി എന്നുള്ളതാണ്. പിന്നീട് സ്പെല്ല് എറിഞ്ഞത് നിതീഷ് റെഡ്ഡിയാണ്. അദ്ദേഹത്തിന് വിക്കറ്റുകളൊന്നും നേടാൻ സാധിച്ചില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ ധ്രുവ് ജുറലിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ മികച്ച കീപ്പിംഗ് പെർഫോമൻസ് കൊണ്ട് 4 മികച്ച ക്യാച്ചുകൾ അദ്ദേഹത്തിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ആദ്യ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യ ഒരു പതിഞ്ഞ താളത്തിലാണ്. പ്രത്യേകിച്ച് ജയ്സ്വാൾ കുറച്ച് കൊട്ടിയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ആദ്യത്തെ 10 റൺസിൽ അദ്ദേഹത്തിന് സ്കോറൊന്നും തന്നെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ KL രാഹുൽ ഒരു മിനിമം ഒരു സ്ട്രൈക്ക് റേറ്റ്, ഒരു 40-നും 50-നും ഇടയിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മത്സരത്തിലുടനീളം. ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. ജയ്സ്വാൾ ആദ്യം കൊട്ടി തുടങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു ട്രാക്കിലേക്ക് വന്നു. ബാക്ക് ടു ബാക്ക് ഒരു ഓവർ 3 ബൗണ്ടറീസ് വരെ വന്നു. പിന്നീട് ബൗണ്ടറീസ് തുരതുര അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ 7 ബൗണ്ടറീസാണ് നേടിയത്. അദ്ദേഹം ഔട്ടാവുന്ന സമയത്ത് 54 പന്തിൽ 36 റൺസാണ് നേടിയിരുന്നത്. 68 റൺസ് ഇന്ത്യ എത്തി നിൽക്കുന്ന സമയത്താണ് ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പോകുന്നത്. അദ്ദേഹം ഒരു കട്ട് ഷോട്ട് പോലത്തെ ഒരു 4-ന് ട്രൈ ചെയ്തതാണ് ജേഡൻ സീൽസിൻ്റെ ഓവറിൽ. പക്ഷേ അതൊരു വിക്കറ്റ് കീപ്പർ ക്യാച്ചായിട്ട് മാറുകയും ഔട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം സായി സുദർശൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു. 19 ബോളിൽ 7 റൺസിന് അദ്ദേഹം ഔട്ടായി പോയി. എന്നാണെങ്കിലും KL രാഹുലിന് ഈ ഒരു മത്സരത്തിൽ അർദ്ധശതകം നേടിയെടുക്കാൻ സാധിച്ചു. 114 ബോളിൽ 53 റൺസ് ആണ് അദ്ദേഹം നേടിയെടുത്തത്. ഇപ്പോൾ മത്സരം അവസാനിക്കുന്ന സമയത്ത് KL രാഹുലും ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലുമാണ് ഗ്രീസിലുള്ളത്. ഗില്ല് 42 പന്ത് ഫേസ് ചെയ്തിട്ട് 18 റൺസാണ് നേടിയിട്ടുള്ളത്. ഇന്ത്യ 121-ന് 2 എന്ന് പറയുന്നൊരു നിലയിലാണ്. 38 ഓവറുകൾ പിന്നിടുന്ന സമയത്ത് 41 റൺസും കൂടി വേണം ലീഡിലേക്ക് ഇന്ത്യക്ക് എത്താനായിട്ട്. എന്താണെങ്കിലും രണ്ടാമത്തെ ദിവസം ഇന്ത്യ ഒരു
അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു കൂറ്റൻ സ്കോർ നേടിയെടുക്കുകയും വലിയൊരു ലീഡ് സംഭവിക്കുകയും പിന്നീട് അത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ചലഞ്ചായിട്ട് മാറും, അങ്ങനെയൊക്കെയുള്ളതാണ് ഒരു എക്സ്പെക്റ്റേഷൻ. അതല്ല ഇന്ത്യക്ക് ഒരു തകർച്ച സംഭവിക്കുമോ, വെസ്റ്റ് ഇൻഡീസ് ബോളേഴ്സ് അത്ഭുതപ്പെടുത്തുമോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യ ടെസ്റ്റിലെ ആദ്യ ദിവസത്തെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സനിയ.